ഹായ് ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഫാബ് അലുമിനിയം ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ചെയ്തു കൊടുത്തത്. ഈ ഒരു വീട്ടിലെ കിച്ചണും പിന്നെ അതേപോലെ ചെറിയ രീതിയിൽ വരുന്ന ഒരു ക്രോക്കറി ഷെൽഫാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തു കൊടുത്തത്. കിച്ചൺ ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചണാണ്. അടിഭാഗത്തെ ആ ഒരു കൗണ്ടർ ടോപ്പ് സ്ലേവ് വാർത്ത് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് സെറ്റാക്കിയ ഒരു കിച്ചണാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫെറോസ് സ്ലേവിൽ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഫ്റ്റ് ഏരിയയും കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണ് ചെയ്തു കൊടുത്തത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അലുമിനിയം പിന്നെ അതേപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു കിച്ചൺ എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ആക്സസറീസുകളോടും കൂടി സെറ്റാക്കി കൊടുത്തത്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലത്തെ ആ ഒരു സ്ലേവ്, അതായത് ഗ്രാനൈറ്റ്, പുറത്തോട്ടുള്ള ചാട്ടം വളരെ കുറവായതിനാൽ തന്നെ ഇതിൻ്റെ ഡോറ് പുറത്തോട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം അകത്തോട്ടും ആയിട്ടാണ് ഇവിടെ സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ സ്ലേവൊക്കെ പുതുതായിട്ട് ഇതേപോലെ സ്ലേവ് ചെയ്യുകയാണെങ്കിൽ പുറത്തോട്ടുള്ള ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈലോ അതിൻ്റെ പുറത്തോട്ടുള്ള ചാട്ടം ഒരു 3 ഇഞ്ചോളം പുറത്തേക്ക് ചാടിച്ചിടേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രെയിം ഉള്ളിലോട്ടും ഡോറ് പുറത്തോട്ടുമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ഡോറ് തുറന്നാൽ മാത്രമാണ് ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വിറ്റാഗോറിൻ്റെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ് ഉപയോഗിച്ചിട്ട് ഒരു ക്രീം കളർ വരുന്ന ആ ഒരു ഫുള്ള് ക്രീം കളർ വരുന്ന ആ ഒരു ഷീറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ള് ഗ്ലോസി ആയിട്ടുള്ള ഷീറ്റാണ്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് ബേസും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ആ ഒരു സ്റ്റോറേജ് ബേസ് സെറ്റാക്കിയത്. സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് അടിയത്തെ ആ ഒരു കൗണ്ടർ ടോപ്പിന് സെറ്റാക്കിയത്. ഒരു ടാൻഡം ബോക്സ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടാൻഡം ബോക്സ്, അത് WPC സെറ്റാക്കിയത്. അതുകൂടാതെ അടിയിലായിട്ടൊരു പ്ലേറ്റ് ബാസ്ക്കറ്റും കൂടി സെറ്റാക്കി. അത്യാവശ്യം എല്ലാ അക്സസറീസുകളും ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 2 ഡ്രോയറിന് പുറമേ തന്നെ ഒരു ഫ്രൈ പാൻ ഹോൾഡർ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി ഞങ്ങൾ സെറ്റാക്കി കൊടുത്ത ഒരു ഫ്രൈ പാൻ ഹോൾഡറാണ്. ഫ്രൈ പാൻ ഹോൾഡർ കൂടാതെ തന്നെ ഇവിടെ ഒരു ഓയിൽ പുള്ളൗട്ടും കൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു PVC ബോട്ടിൽ ട്രേയും വയർ ബാസ്ക്കറ്റ് ആയിട്ടുള്ള കട്ട്ലറിയും പിന്നെ അതേപോലെ തന്നെ പ്ലെയിൻ ബാസ്ക്കറ്റും കൂടി സെറ്റാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ. അപ്പോൾ ഒരു കിച്ചണിൽ വേണ്ട എല്ലാ അക്സസറീസുകളും നമ്മൾ ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ ഒരു കിച്ചണിൽ നമ്മൾ അത്യാവശ്യം പാർട്ടിഷനും കൂടി ചെയ്തിട്ടുണ്ട്, തട്ടും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാർട്ടിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 70mm മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് പാർട്ടിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് 2 ഡബിൾ ഡോർ കൊടുത്ത് അതിൽ ജസ്റ്റ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 കോർണേഴ്സ് മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം പാർട്ടിഷൻ ചെയ്ത് ഇതേപോലെ തട്ടടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് സെറ്റാക്കി കൊടുത്തത്. ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ ഫെറോസ് ലെവൽ ചെയ്ത ആ ഒരു ഏരിയ നമ്മൾ ഫുള്ളായിട്ട് ഡോർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഫെറോസ് ലെവൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു GTPTയുടെ ഏരിയയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അത് 3mm ഗ്ലാസ്സിൽ സെറ്റാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്.
പിന്നെ ഈ ഒരു കിച്ചൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഫെറോസ് ലെവൽ ആ ഒരു തട്ട് ഫുള്ളായിട്ട് നമ്മൾ റൂട്ടർ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫുള്ള് പാനലിങ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുത്തത്. പിന്നെ അതേപോലെ ഇതിൻ്റെ എൻട്രൻസിൽ വരുന്ന ആ ഒരു ഭാഗം ഒരു 4 ഡ്രോ ബാസ്ക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് WPCയിലാണ് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ ആ ഒരു ഫ്രെയിം കൊടുത്തിരിക്കുന്നത് ഫെറോയിൽ തന്നെയാണ്. ഫെറോയിൽ നമ്മൾ ഫുള്ള് ഫെറോയിൻ്റെ ആ ഒരു ഭാഗം ഫുള്ള് റൂട്ടർ ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കിയതിന് ശേഷമാണ് ഡ്രോ ബാസ്ക്കറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ ഇതേപോലുള്ള കിച്ചണിലൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ കേരള ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലോഫ്റ്റ് ഏരിയ ചെയ്ത് കൊടുത്തത്, ലോഫ്റ്റ് ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ പ്രൈസും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും കളർസ് കോഡും ഇതൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഈ ഒരു വീട്ടിൽ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അത് ഡൈനിങ്ങിലായിട്ട് വരുന്ന ആ ഒരു ഏരിയയാണ്. ഇതും ഫെറോസ് സിമെൻറ്റിൽ ചെയ്ത ആ ഒരു ഏരിയയാണ്. ആ ഒരു ഫെറോസ് സിമെൻറ്റിൽ ചെയ്ത ആ ഒരു ക്രോക്കറി ഷെൽഫിനെ നമ്മൾ ഫുള്ള് റൂട്ടർ ചെയ്ത് ഫോൾഡ് ചെയ്ത് ബോർഡറൊക്കെ സെറ്റാക്കിയതിന് ശേഷം അതിൽ മുകൾ ഭാഗത്തായിട്ട് ഗ്ലാസും അടിഭാഗത്തായിട്ട് വുഡ് ഫിനിഷിംഗ് വരുന്ന ഷീറ്റാണ് ചെയ്തത്. ലെക്സയുടെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് അതിനായിട്ട് ഉപയോഗിച്ചത്. അതുകൂടാതെ തന്നെ സിറ്റിങ്ങിൽ വരുന്ന ആ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു ഓപ്പൺ ഷോക്കേസും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ WPCയും പിന്നെ അതുപോലെ തന്നെ PVCയുടെ പാനലിംഗ് ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതിൽ ഒരു 2 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റും കൂടി സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓൾ കേരള ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.